എല്ലാവർക്കും എമ്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും ബാത്റൂമും ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കാറുണ്ട്, പക്ഷെ നമ്മൾ ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആണെന്ന്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ്. നമ്മുടെ വീട്ടിൽ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ വളരെ കുറച്ച് അളവിൽ മാത്രം സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. സോപ്പ് പൊടി വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കാമുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ്. ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും വിനാഗിരി ഡിഷ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡിഷ് വാഷ് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് സോപ്പ് പൊടി ഉപയോഗിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ വീട്ടിലെ ഫ്ലഷ് ടാങ്ക് ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുറച്ചൊരു പഴയ മോഡലാണ്. ഒരു 10 വർഷമൊക്കെ മുമ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലഷ് ടാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഉള്ളതൊക്കെ പുതിയ മോഡലിലുള്ള ഫ്ലഷ് ടാങ്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്ലഷ് ടാങ്കിന്റെ അടപ്പൊന്ന് ഊരിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന സൊല്യൂഷൻ ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫ്ലഷ് ടാങ്കിന്റെ അടപ്പ് നല്ല ഈസി ആയിട്ട് ഊരിപ്പോരും. ഓരോ മോഡൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിൽ ഫ്ലഷ് ടാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോൾ തന്നെ അത് അടപ്പ് ഊരി പോരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫ്ലഷ് ടാങ്കിന്റെ അകം കണ്ടില്ലേ, വെള്ളമൊക്കെ കെട്ടിക്കിടന്നിട്ട് അടയാളങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അഴുക്കുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ട് കുറച്ചധികം നാളായി, അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ കുറച്ച് ചെളികളൊക്കെ ഉണ്ട്, പിന്നെ അഴുക്കുകളും വെള്ളമൊക്കെ കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തുള്ള ഈ ഫ്ലഷ് ടാങ്കിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം, ഒന്ന് ഫ്ലഷ് ചെയ്ത് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് വെള്ളം വരുന്ന ആ പൈപ്പ് ഒന്ന് അടച്ചു വെക്കണം. ഇതിൽ കുറച്ച് നേരത്തേക്ക് വെള്ളം വേണ്ട, നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതിനകത്തേക്ക് വരുന്ന ഈ ഒരു പൈപ്പുകളും കുറച്ച് ലിവറുകളൊക്കെ ഉണ്ട്. അതിനൊന്നും കേടുപാട് സംഭവിക്കാതെ വേണം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ കുപ്പിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യാം. അതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് എല്ലാ മൂലകളിലൊക്കെ എത്തും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ കൈയൊന്നും എത്തുകയില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ഉരച്ചൊക്കെ കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മൾ ആദ്യം പൂട്ടി വെച്ചിരുന്നില്ല പൈപ്പില്ലേ, ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം വരുന്ന പൈപ്പ് തുറന്നിടാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം അതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ പുറവശമൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലഷ് ടാങ്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് വേറെ അഴുക്ക് വെള്ളമൊന്നും അല്ല വരും, നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് കുറേ നാൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ചെറിയ അടയാളങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ അടപ്പ് വെച്ചത് അടച്ചു വയ്ക്കാം. പിന്നെ നമ്മൾ ആദ്യം പൂട്ടി വെച്ചിരുന്ന വെള്ളം വരുന്ന പൈപ്പ് അതൊന്ന് തുറന്നും വയ്ക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫ്ലഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ആദ്യത്തെ ഒരു ഫ്ലഷ് ടാങ്കിൽ കുറച്ചധികം അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫ്ലഷ് ടാങ്ക് അത്യാവശ്യം ക്ലീനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൈപ്പുകളൊക്കെ കേട് വരാത്ത രീതിയിൽ വേണം ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.